ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു. ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞോ UDF? ഇല്ലല്ലോ. അല്ല മഞ്ജുഷെ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. അതായത് കോൺഗ്രസിന്റെ തീരുമാനം 6 മാസം മുമ്പ് SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പില് SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് കോൺഗ്രസ് പറയാത്തിടത്തോളം കാലം ആ തീരുമാനം അവിടെ നിൽക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ CPM-ന്റെ നിങ്ങൾ അതിന് ഊന്നൽ കൊടുക്കൂ. CPM-ന്റെ ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റിയാൻ തോന്നുന്നതോ ചേർത്തിലേക്ക് വലിയ ഓർമ്മയില്ല, അരുക്കുറ്റിയാണ് സംശയമുണ്ട്. അവിടെ പഞ്ചായത്ത് ഇപ്പൊ മാറിയെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് തെറ്റാണെങ്കിൽ തിരുത്തണം. അവിടെ അന്ന് വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായിട്ട് പിന്തുണ ചേർന്ന ഒരു പാർട്ടിയാണ് CPM. 2015-16 തദ്ദേശ തെരഞ്ഞെടുപ്പില്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് CPM ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, CPM-നെ അവർ SDPIയോ PDPയോ പിന്താങ്ങിയാൽ അവര് മിണ്ടില്ല. ഞാനതാ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് രണ്ടുപേരും UDF-ഉം LDF-ഉം ഇക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്നവർ തന്നെയാണ്. വെളിയിൽ പറയും ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എതിരാണെന്ന്, പക്ഷെ അവരോടൊപ്പം കൂടും. ഇപ്പോൾ മലപ്പുറത്ത് തന്നെ കീഴുപറമ്പ് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയിലെ 2 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് UDF ഭരിക്കുന്നത്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ 3 അംഗങ്ങളുള്ള വെൽഫെയർ പാർട്ടി അല്ല, UDF ആണ് ഭരിക്കുന്നത്. UDF എന്നാണ് ഞാൻ പറഞ്ഞത്. കൂട്ടിലങ്ങാടിയിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെയാണ്. കോഴിക്കോട് കാരശ്ശേരിയിൽ ഇരു മുന്നണികൾക്കും തുല്യ സീറ്റുള്ള ഉണ്ട്. അവിടെ വെൽഫെയർ പാർട്ടി അംഗത്തിന്റെ ബലത്തിലാണ് UDF ഭരിക്കുന്നത്. LDF-ന്റെ കാര്യം ഞാൻ നേരത്തെ വായിച്ചിരുന്നു. LDF SDPIയുടെ പിന്തുണയിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളെ കുറിച്ചും നഗരസഭയെ കുറിച്ചും. അപ്പോൾ ഇതിപ്പോ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഇത് അക്കാര്യത്തിൽ സംശയമില്ലല്ലോ, രണ്ടുപേരും പിന്തുണ കിട്ടിയാൽ സ്വീകരിക്കുക തന്നെ ചെയ്യും. പിന്നെ ഷോൺ പറഞ്ഞതിനുള്ള താങ്കളുടെ മറുപടി എങ്ങനെയാണ്? പൊളിറ്റിക്കൽ ഇസ്ലാം വേരുറപ്പിക്കുകയാണ്, അപകടകരമായ ഒരു സ്ഥിതിയിലാണ് UDF ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പിന്തുണ സ്വീകരിച്ചത് എന്ന്. പൊളിറ്റിക്കൽ ഇസ്ലാം വേരുറപ്പിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ അല്ലാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ, പൊതുവെ എന്നെയൊക്കെ പോലുള്ള ആളുകൾ. നമ്മളൊക്കെ ഈ പറയുന്ന സോക്കോൾഡ് സെക്കുലർ പാർട്ടികളിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണല്ലോ. അപ്പം ഈ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ആയിരുന്നു മുമ്പ് ഈ സമുദായത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. കാരണം കൃത്യമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം മലപ്പുറം പോലുള്ള ചില സ്ഥലങ്ങളിലാണ് പിന്നെ അവർക്കൊരു രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരുന്നില്ല. അതൊരു തരത്തിലുള്ള യൂറോപ്പിലേക്കുള്ള ഒരു ക്രിസ്ത്യൻ കൺസർവേറ്റീവ് പാർട്ടിയെ പോലെ മതപരമായ കാര്യങ്ങളിൽ കൺസർവേറ്റീവ്, സാമൂഹികമായിട്ടും പൊളിറ്റിക്കലായിട്ടും വളരെ പ്രോഗ്രസീവായി പോയിക്കൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്സാണ് മുന്നോട്ട്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ വളരെ കൃത്യമായി മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും CPM പഴയ ജനറേഷൻ, ഞാൻ പറയും പുതിയതായിട്ട് വരുന്ന മുസ്ലിം സഖാക്കളുടെ ഇടയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനമുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ മാധ്യമം പത്രമൊക്കെ തുടങ്ങുന്നതിന് വലിയ ഫണ്ട് എവിടെ നിന്നൊക്കെയാണ് വന്നതെന്നൊക്കെ അന്വേഷിക്കുന്നതൊക്കെ അന്നായിരിക്കും. അത് പാകിസ്ഥാൻ എന്നല്ല വന്നത്, സൗദി അറേബ്യ എന്നും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നത്. അത് എവിടുന്ന് ആര് വഴി ചാനലൈസ് ചെയ്തത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അപ്പം മാധ്യമം അതിനുശേഷം മീഡിയ വൺ വന്നു. ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞത് ചെറിയൊരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. പക്ഷേ ചെറിയ വിഭാഗമാണെങ്കിലും അവർക്ക് ഉഗ്രശേഷിയാണ്. ആറ്റം ബോംബിനെ കൊണ്ട് പറഞ്ഞതിൻ്റെ ഇല്ല. കാരണം മുസ്ലിംസിനൊരു ഐഡിയോളജിക്കലായിട്ടൊരു ഓറിയൻറ്റേഷൻ ഇല്ല. ഈ ഓറിയൻറ്റേഷൻ കൊടുത്ത ഇവരാണ്. അപ്പോൾ RSS-നെ ശത്രുവായി ഇവർ ഐഡൻറ്റിഫൈ ചെയ്തു. RSS തിരിച്ചും ആ രീതിയിൽ ചെയ്തു. കലാപങ്ങൾ നടക്കുന്നു. മുസ്ലിങ്ങളെ സംരക്ഷിക്കാം, മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മുസ്ലിം പോളിസി ഉണ്ടായി വരേണ്ട ആവശ്യകത. ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? ഇപ്പോൾ ഷിയായും സുന്നികളും കൂടി എന്തിനാണ് പരസ്പരം അടി കൂടുന്നതെന്ന് ഇവർ പറയുന്നില്ല. മുസ്ലിം നമ്മളെല്ലായിടത്തും പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അജണ്ട ഇവരങ്ങോട്ട് ഇറക്കി വിടുന്നു. ആ സമയത്താണ് കേരളത്തിലെ ഈ പറഞ്ഞ വലിയ തോതിൽ മുസ്ലിംസിനിടെ എഡ്യൂക്കേഷൻ വിപ്ലവം ഉണ്ടാകുന്നത്. ഗൾഫ് പണം പണ്ടൊക്കെ വിദ്യാലയങ്ങൾ അയക്കാൻ കാശുണ്ടായിരുന്നില്ല, മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ ഗൾഫിലെ വെറുതെ കഷ്ടപ്പെട്ട് വന്നുകൊണ്ട് പൈസ ഉണ്ടാക്കി മക്കളൊക്കെ സ്കൂളിലൊക്കെ അയച്ചു. വിദ്യാഭ്യാസം ആവശ്യകത മനസ്സിലായി. മദ്രസകളുടെ സാധനം മുമ്പ് സുന്നി മദ്രസ വെറുതെ ഖുർആൻ ഹദീസും കാണാപ്പാടം അർത്ഥം പഠിപ്പിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഖുർആൻ ഹദീസും പഠിപ്പിക്കും, പ്ലസ് അത് പ്രോബ്ലമാറ്റൈസ് ചെയ്ത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്ലാമിനെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്, ആരാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നൊക്കെ രീതിയിൽ പഠിപ്പിക്കുക. അങ്ങനെ പതുക്കെ പർദ്ദ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു. മുസ്ലിംസിനെ ഹോമോജനൈസ് ചെയ്യുന്നു. ഇവിടെയുള്ള മാപ്പിള കൾച്ചറിന് ഇല്ലാതാക്കുന്നു. ഇതിനൊക്കെ എതിർക്കുന്ന സുന്നികളെ ഇടയിൽ പോലും ഇവരാണ് അവരുടെ അഭിപ്രായം രൂപീകരിക്കുന്നതെന്നാക്കി. അപ്പോൾ നിങ്ങൾ സുന്നികൾ പറഞ്ഞ അഭിപ്രായം നിങ്ങൾ എടുത്തു നോക്കും. അത് കാലാകാലമായിട്ട് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ അഭിപ്രായങ്ങൾ ഇവർ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ മുമ്പില്ലാത്ത വിധം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം, എസ്പെഷ്യലി വിദ്യാസമ്പന്നമായ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എൻ്റെ ജനറേഷൻ തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള പിള്ളേരുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ അപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വരികയും ഇപ്പുറത്ത് ഒരു ഹിന്ദുത്വം വരികയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമും ഹിന്ദുത്വം തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വം ഇന്ത്യക്കെതിരല്ല എന്നുള്ളതാണ്, പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യക്കെതിരാണ് എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും
അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് BJP ആണ്. അതായത് BJP വളർത്തുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പണ്ട് ജിന്നെ ഒറ്റിക്കൊടുത്ത പോലെ ഒന്നും കൂടി ഒറ്റിക്കൊടുക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സോക്കോൾഡ് സെക്കുലർ പാർട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇവർക്ക് വോട്ടുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളൊക്കെ ഈ സജീവ രാഷ്ട്രീയം വിട്ടത്. കാരണം നമുക്കൊന്നൊരു 10 വോട്ട് കൃത്യമായി കാണിക്കാൻ പറ്റും. ഇവർക്ക് കൃത്യമായിട്ട് SDPIക്കും ജമാഅത്ത് ഇസ്ലാമി കൃത്യമായിട്ട് സലഫികൾക്കും കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ട ഇലക്ഷന് ജയിക്കുകയും വോട്ടുമാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ വെളിയിൽ മതേതരത്വം പറയുകയും ഈ രാഷ്ട്രീയ ഇസ്ലാമിനൊപ്പം കൂടുകയും ചെയ്യുന്നു. അതാണല്ലോ ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗത്തും കണ്ടത്. നമുക്കതിൽ LDFനെ മാറ്റി നിർത്താനും പറ്റുകയില്ല. LDF പലതവണ തരാതരം പോലെ ഈ പിന്തുണ നേടിയിട്ടുമുണ്ട്. ഇതല്ലേ ശരിക്കും പറഞ്ഞ യാഥാർത്ഥ്യം ശ്രീ ഫക്രുദ്ദീൻ? അല്ലേ, LDF എടുത്തില്ലെങ്കിൽ UDF എടുക്കും. അതിന്റെ മെച്ച UDFന് കിട്ടും. UDF എടുത്തില്ല LDF എടുക്കും. അതിന്റെ മെച്ച LDFന് കിട്ടും. ഈ ഒരു വല്ലാത്തൊരു ഡെഡ് ലോക്കാണ്. ഈ ഡെഡ് ലോക്ക് നന്നായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കടക്ക് പുറത്ത് നിന്ന് ഇവരോട് പറയാനുള്ള, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പറയണം. അങ്ങനെ പറയാനുള്ള ധൈര്യം ഇവർക്ക് രണ്ടുപേർക്കുള്ള സോക്കോട് നമ്മൾ ഇന്നത്തുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് അങ്ങനെ പറയാനുള്ള ധൈര്യം ഒരു കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പ്രശ്നം വരാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ സെക്കുലർ പാർട്ടികളുടെ സ്ഥാനത്തേക്ക് ഒരു ഭാഗത്ത് RSS BJP കയറുകയും മറുഭാഗത്ത് ഈ ഒരു ഇസ്ലാമിക് ബ്രദർഹുഡൊക്കെ ആയിട്ട് അല്ല ഹമാസൊക്കെ ആയിട്ട് ബന്ധമുള്ള, അതൊരു നാബിനാളെ ബന്ധമുള്ള ഒരു ഇസ്ലാമിക പാർട്ടി വരികയും അങ്ങനെ അതിഭീകരമായ ഒരു കമ്മ്യൂണൽ കൺസോൾട്ടേഷനിലേക്ക് ഭാവിയിൽ പോവുകയും ചെയ്യും. അതാണ് അതിന്റെ ഒരു കാര്യം. നിലവിലെ അവസ്ഥയിൽ ഷോൺ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ ഇസ്ലാം ഞങ്ങൾ തുറന്നു കാട്ടും, BJP തുറന്നു കാട്ടും എന്ന് പറയുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിടും. അത് LDFും UDFും ലക്ഷ്യമിടും. ആ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം ഇലമെന്റുകൾ ഉണ്ടാവുകയും അവരുമായി കൂട്ടുകൂടേണ്ടി വരികയും ചെയ്യും. അപ്പോൾ BJP ഗുണമുണ്ടാക്കുമെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് ഗുണമുണ്ടാക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ഈ സമീപകാലത്തെല്ലാം പാലക്കാട് ഉൾപ്പെടെ കണ്ടതും അത് തന്നെയാണല്ലോ. ഒരു പരിധി വരെ അല്ല ഈ സെക്കുലർ പാർട്ടികൾ ഇവിടെ ഈ സെക്കുലർ പാർട്ടികൾ നിങ്ങൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി. സെക്കുലർ പാർട്ടികൾ നിൽക്കുന്ന വലിയ ഹിന്ദുക്കൾ സെക്കുലർ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ സെക്കുലർ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒന്ന് CPM ആണ്. CPM ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. വേറെ കോൺഗ്രസ് നിങ്ങൾ എടുത്തു നോക്കൂ, ഹിന്ദുക്കളും പ്ലസ് ക്രിസ്ത്യൻസും ആണ് കൂടുതലായിട്ടുള്ളത്. അത് കേരള കോൺഗ്രസ് ഉള്ളതാണ്. ക്രിസ്ത്യൻസ് കുറച്ച് അവരുടെ കൂടെയാണ്, പ്രധാനമായി ഹിന്ദുക്കളാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതി ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇസ്ലാമിക് നാഷണൽഹുഡ് മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങളുമായി സെക്കുലർ പാർട്ടികൾ അടുത്ത ഇടപഴകുമ്പോൾ എന്താണ് അപ്പുറത്ത് സംഭവിക്കുന്നത്? ഈ സെക്കുലറായ ഹിന്ദുക്കളുടെ അടുത്ത തലമുറ അവർ സെക്കുലർ അല്ലാതായി മാറുകയും അവർ ഹിന്ദുത്വവാദികളായി മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കളിക്കുന്ന ഈ സെക്കുലർ സ്പേസ് അങ്ങ് ഇല്ലാതായി പോകും. ആ സെക്കുലർ സ്പേസ് ഇല്ലാതായി പോകുമ്പോൾ ഇവിടെ ആർക്കാണ് നഷ്ടം? ഇവിടെ ഹിന്ദുവിന് കാര്യമായിട്ട് വലിയ നഷ്ടമൊന്നുമില്ല. ഇത് ഹിന്ദുവിൻ്റെ രാജ്യമാണ്. മറ്റേ ഹിന്ദു ലോകത്ത് ആക്സെപ്റ്റഡും ആണ്. ഹിന്ദു അങ്ങനെ വലിയ പ്രശ്നക്കാരനല്ലോ. ഹിന്ദു ലോകത്ത് എല്ലായിടത്തും ആക്സെപ്റ്റഡ് ആണ്. പക്ഷെ അതുപോലല്ല ഞമ്മൻ്റെ ആളുകളെ കാര്യം. അതവർ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആളുകൾ മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിചാരിച്ചിരുന്നത് ജിന്നെ രക്ഷപ്പെടുത്തും. അതേ മണ്ടത്തരാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പല ഘട്ടങ്ങളിലും ഇപ്പം നമ്മളത് ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യം ഇന്നലെ തന്നെ മീഡിയയിലൊക്കെ വന്നു. ഓരോ ഘട്ടത്തിലും ഇവരുമായി ചർച്ച ചെയ്ത് ഇവരിങ്ങോട്ട് പിന്തുണ കൊടുത്തത്, കോടിയേരി തന്നെ ഇങ്ങോട്ട് പിന്തുണ എന്നാൽ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ കോടിയേരിയുടെ ഭാഗത്തു നിന്ന് പ്രസ്ഥാനം വന്നതും ഇതൊക്കെ നമ്മൾ മുമ്പേ കണ്ടതാണ്. അതൊക്കെ ഇപ്പോൾ ഇലക്ടറൽ പൊളിറ്റിക്സിൽ ഇവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വോട്ടുണ്ടോ, നിങ്ങൾക്കൊരു വിലയുണ്ട്. അതായത് സംഘടിതമായ വോട്ടുണ്ടോ. അപ്പോൾ നമ്മളെയൊക്കെ പോലെ സംഘടിതമായ വോട്ടില്ലാതെ അപ്പോൾ 10 വോട്ട് നമ്മൾ ചേർത്തി കൊടുക്കും എന്ന് അല്ലെ കൃത്യമായി ചെയ്തു കൊടുക്കും എന്ന് പറയാൻ ശേഷിയില്ലാത്ത ആളുകളാണ് ഞാനൊക്കെ. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ നിങ്ങൾ ഈ ചാനലൊക്കെ വരുമ്പോൾ വിചാരിക്കും വലിയ ഗ്ലാമർ, വലിയ ഒന്നും സംഭവമല്ല. പട്ടീൻ്റെ വിലയാണ് ജനാധിപത്യത്തിൽ. പക്ഷേ ഈ വർഗീയവാദികൾക്ക് അങ്ങനെയല്ല. അവർക്ക് നല്ല വോട്ടുണ്ട്. ആ വോട്ട് ചില ആളുകൾ പരസ്യമായി അവരോട് പോയി മേടിക്കും, ചില ആൾ രഹസ്യമായിട്ട് മേടിക്കും. പിന്നെ ഇവരെ കാര്യം ഇവരാരും ഭാര്യമാരായിട്ട് അംഗീകരിക്കില്ല. ഈ ചുറ്റിക്കളി പോലെയാണ് കൊണ്ടുനടക്കുക. വേണമെങ്കിൽ തള്ളിക്കളയും, പക്ഷെ ഭാര്യയാണെങ്കിൽ എപ്പോഴും അംഗീകരിക്കണമല്ലോ. അതുകൊണ്ട് ചുറ്റിക്കളി പാർട്ടീസായിട്ട് നമ്മുടെ നാട്ടിലെ ഈ സോക്കോൾഡ് മതനിരപേക്ഷ കക്ഷികൾ ഈ ഹൈന്ദവ വിഭാഗത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള അവരാണല്ലോ പ്രധാനമായി ഈ 2 വിഭാഗത്തിലാണ് വർഗീയവാദികൾ നമ്മൾ കൂടുതലായി കണ്ടിട്ടുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ മതമൗലികവാദികളാണ് കൂടുതൽ. അപ്പോൾ ഈ 2 കൂട്ടരെ അവർ തലയും മുണ്ടിട്ടോ അല്ലാതെയൊക്കെ പോയി കാണാറുണ്ട്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഓരോ ഇലക്ഷൻ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം പറയാം. അത്രയേ ഉള്ളൂ.